നമസ്കാരം. എന്റെ വാസുദേവ പണിക്കരെ, നിങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ പെട്ട പാട്. 2-3 ആഴ്ചയായിട്ട് ഞാൻ അന്വേഷിക്കുക. ഇതിപ്പോ ഞങ്ങൾ രാഷ്ട്രീയക്കാരെക്കാൾ കഷ്ടമാണല്ലോ. അപ്പൂന്റെ കൂടെ പോവാൻ ഞാനല്ലേ ഉള്ളൂ. മിക്കവാറും കച്ചേരി ഉണ്ടാവും. കുറെ ദിവസം കൂടിയായി ഒക്കെ അറിയുന്നുണ്ട്. ദേ ഇപ്പൊ ഞാൻ തന്നെ അസംബ്ലിയിൽ അറിയപ്പെടുന്നത് മാസ്റ്റർ അപ്പൂന്റെ നാട്ടിലെ MLA എന്നാ. അന്വേഷിച്ചത് 2 കാര്യം. MLA-മാർക്ക് വേണ്ടി ഒരു കച്ചേരി സെനറ്റ് ഹാളിൽ നടത്താമോ എന്ന് കുറച്ച് ദിവസമായിട്ട് CM എന്നോട് ചോദിക്കുന്നു. ഒന്നത്. 2ാമത്തെ കാര്യമാണ് പ്രധാനം. അപ്പൂന്റെ കച്ചേരി തിരുവയ്യാറിലും ബോംബെ ഷൺമുഖാനന്ദ ഹാളിലും ഒക്കെ നടന്നതായിട്ട് അറിഞ്ഞു. നല്ലത് തന്നെ. പക്ഷെ അത് മാത്രം പോരാ. അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വാസുദേവ പണിക്കർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല. നമുക്ക് അപ്പൂന്റെ പ്രശസ്തി വിപുലമാക്കണം. അതായത് ലോകം മുഴുവൻ കച്ചേരിയായിട്ട് കറങ്ങി നടക്കേണ്ട കുട്ടിയാ. അതിപ്പോ നമ്മുടെ ഈ കൊച്ചിന്ത്യയിൽ മാത്രമായിട്ട് ഒതുങ്ങിയാൽ മതിയോ? അതിന് നമുക്ക് കച്ചേരി ഓരോരുത്തർ വന്ന് ബുക്ക് ചെയ്താലല്ലേ? അല്ലാന്നേ, അതാ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന്. എന്റെ കസ്റ്റഡിയില് ഒരാളുണ്ട്, മിസ്റ്റർ നമ്പ്യാർ. തിരക്കോട് തിരക്കാ. ഇന്നിപ്പോ അമേരിക്കയിലാണ്, നാളെ ഓസ്ട്രേലിയയിലാണ്. ലോകത്തിലെ മിക്ക കലാകാരന്മാരെയും മാർക്കറ്റ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. അതായത് അപ്പൂന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും ഈജിപ്തിലും ഒക്കെ ഇദ്ദേഹം പ്രോഗ്രാം അറേഞ്ച് ചെയ്തോളും. പോരാത്തതിന് പബ്ലിസിറ്റി. അല്ല, ഇത്ര വലിയ ആൾക്കാരൊക്കെ നമ്മുടെ അപ്പൂന് വേണ്ടി വരും. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ നമ്പ്യാരെ എന്റെ പഴയ ഒരു സുഹൃത്താ. ഇന്നാള് ദുബായ് ട്രേഡ് ഫെയറിന് പോയപ്പോഴാ ഞങ്ങൾ വീണ്ടും കണ്ടത്. എന്തൊരു പൊസിഷനില്ല. പക്ഷേ ഞാൻ പറഞ്ഞാൽ അപ്പ വരും, അപ്പൂനെ ഏറ്റെടുത്തോളൂ. എന്താ? ഇതൊക്കെ നമുക്ക് വേണോ? വേണം. ദൈവം 2 കൈ നീട്ടി തന്നതല്ലേ. അത് ഈ ലോകം മുഴുവൻ നിറയട്ടെ. ഈ ആഴ്ച തന്നെ അയാൾ വരാൻ ഞാൻ ഏർപ്പാട് ചെയ്യും. അത് മറിച്ചൊന്നും പറയരുത്. അപ്പൂന്റെ കാര്യം എന്ന് വെച്ചാൽ അത് ഈ നാടിന്റെ കാര്യമാണ്. വരട്ടെ. വേഗം തുറക്കൂ. എവിടെ കുട്ടി? എവിടെ? വെരി സി? അകത്തുണ്ട് സർ. ഇതൊരു പഴയ തറവാടാ. അതെയോ? നമുക്ക് അകത്തിരിക്കാം. വന്നാട്ടെ. അതെ. ഇന്നത്തെ യോഗ എപ്പോഴാ? 5 മണിക്ക്. സാർ, ഇതാ കുട്ടിയുടെ അച്ഛൻ. വാസുദേവൻ. കഥകളിയില് ശ്രീവേഷമാ. പ്രശസ്തനാ. വെരി ഗുഡ്. ഹലോ മിസ്റ്റർ വാസുദേവൻ. നമസ്കാരം. നമസ്കാരം. ഐ എം രാവുണ്ണി നമ്പ്യാർ. കോൾ മീ നമ്പ്യാർ. സോറി, അല്പം ലേറ്റ് ആയി. ഫ്ലൈറ്റ് ഡിലേ. നെടുമ്പാശ്ശേരി ഇതുവരെ. വാട്ട് എ ഹൊറിബിൾ റോഡ് ഇറ്റ് ഈസ്. വെർ ഈസ് എ വണ്ടർഫുൾ കിഡ്. ഇത് തന്നെയാ ആള്. വെരി ഗുഡ്. മൈ ഗുഡ്നസ്. ഇതാണോ കുട്ടി? ഹി ഈസ് സോ പുവർ. ലോകം മുഴുവൻ ഓടി നടക്കേണ്ടതിന് പകരം ഇവിടെ ഈ ഓണം കേറാ മൂലയില് കഷ്ടം. ഇന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റീസിനെയും ഞാനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മിസ് ഇന്ത്യ, ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ഫിലിം സ്റ്റാർസ് ആൻഡ് ഓഫ് കോഴ്സ് സം ഇന്റലിജന്റ് മ്യൂസീഷ്യൻസ്. ബോംബെയിലെ ഉസ്താദ് പറഞ്ഞു കേരളത്തിൽ ഒരു അത്ഭുത ബാലൻ ഉണ്ടെന്ന്. ഇപ്പൊ MLA വിളിക്കുമ്പോ ഇറ്റ്സ് റിയലി എ കോയിൻസിഡൻസ്. ഐ വിൽ പ്രൊമോട്ട് യു ബോയ്. ലോകം മുഴുവൻ പ്രൊമോട്ട് ചെയ്യും. അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി മുതലായ എല്ലാ സ്ഥലങ്ങളിലും പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ ആരാന്നാ പറഞ്ഞേ? കാര്യസ്ഥന. എന്നിട്ടാണോ ഇത്രയും? ചായ എടുക്കാം. അതൊരു പ്രശ്നമേ അല്ല. പ്രശ്നം ഈ ജീനിയസിനെ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഒരൊറ്റ കൊല്ലം കൊണ്ട് മാസ്റ്റർ അപ്പു ഈ ലോകം മുഴുവൻ കീഴടക്കും. ആദ്യം ഇവിടെ മീഡിയയിൽ നമുക്കൊരു കലക്ക് കലക്കാം. കം ഓൺ മൈ ബോയ്. അവിടെ കേറി പിടിക്കാൻ പറ്റൂല. വേഗം ഓട് ഓട്. അല്ല
ലിറ്റിൽ മാസ്റ്റർ, come on, little master, come fast. Come, little master, come on. നിക്ക്. കുട്ടികളെ ആരും ഇപ്പൊ ഇവിടെ വരണ്ട. മാസ്റ്റർ അപ്പൂന് പഠിക്കാനുള്ള സമയമാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പൊക്കോളൂ. See, this is a timetable. ശ്രദ്ധിക്കണം. Time is very precious and I am very strict. Look, 5 മണി മുതൽ 10 മണി വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ കളിക്കാനുള്ള സമയോ? നോ, കളിയില്ല ലിറ്റിൽ മാസ്റ്റർ. യെസ് റിംഗ് മാസ്റ്റർ, കളിയുണ്ട്, വേണം. മാസ്റ്റർ അപ്പു ലോകം മുഴുവൻ അറിയുന്ന ഗ്രേറ്റ് മാസ്റ്റർ ആകണം. അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ വേണം. ഭക്ഷണം, പിന്നെ കാലിപ്പിള്ളേരുമായുള്ള കൂട്ടുകെട്ട്. കിങ്ങിന് സ്ട്രീറ്റ് ബോയ്സുമായി യാതൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. ഇത് മാസ്റ്റർ അപ്പുവിന്റെ വീടാണ്. ഇവിടെ വന്ന് ബഹളം വെക്കരുത്. നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും മാസ്റ്റർ അപ്പുവിന് ഇനി സമയമില്ല. അല്ല, അത് ഇവര് ഈ അയലോക്കത്തുള്ള കുട്ടികളാ. ഇല്ല, ഇതിൽ എനിക്കൊരു കോംപ്രമൈസും ഇല്ല. കുട്ടികൾ പൊക്കോളൂ. ഇനി ഇങ്ങോട്ട് വരരുത്. കളിക്കാനും സമ്മതിക്കില്ല. അച്ഛൻ എന്താ കളിക്കു പോകത്തെ? ഒന്നുമില്ല. എന്നെ കളിക്കാൻ സമ്മതിക്കില്ല. അച്ഛൻ കളിക്കും പോവില്ല. എന്നെ സ്കൂളിലും വിടുന്നില്ല. അയാള് പറഞ്ഞിട്ട് അതൊക്കെ. അച്ഛൻ എന്തൊന്നും മിണ്ടാത്തെ? ഒക്കെ അപ്പുവിന്റെ ഗുണത്തിനാ. എനിക്ക് ആ ഗുണം വേണ്ട. എനിക്കിപ്പൊ അമ്മയെ കാണണം. നീ എന്തായി പറയണേ? എനിക്കിപ്പൊ അമ്മയെ കാണണം. അതെങ്ങനെ അപ്പു ഇപ്പൊ അമ്മയെ കാണുക? എനിക്കിപ്പൊ അമ്മയെ കാണണം. അപ്പു, അമ്മയെ കാണണം. എന്തിനാ അതിനെ ഇങ്ങനെ കരയിക്കണേ? അമ്മയെ കാണണം അത്രേ. വാസുവേ, എങ്ങനെയെങ്കിലും നീ അതിന്റെ കരച്ചിലൊന്ന് നിർത്തുവോ? എനിക്കിത് കേൾക്കുമ്പോഴാ ആ മുടി വെച്ചൊന്ന് ആടും എന്റെ വാസുവേ. അമ്മേ, എന്റെ വാസു, നീ ഒന്നാട്. വേണ്ട. അമ്മ ഇപ്പൊ വരൂട്ടോ. അനുപമ